ഹായ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു കട്ടൻ ചായ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് പോയി നോക്കിയപ്പോൾ മഞ്ഞ് മാറി വെയിൽ വന്ന് തുടങ്ങി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലേറ്റായാണ് ഞാൻ എണീറ്റത് കേട്ടോ. ഏകദേശം സമയം 7:45 ആ സമയത്ത് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പോയി നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ലേറ്റായി കിടന്നതുകൊണ്ട് ഒരു പണി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഫുഡും കഴിച്ച് കിടന്നുറങ്ങി, മോളെ ഉറക്കിയിട്ട്. അപ്പോൾ ഒന്നും ചെയ്തില്ല, കാരണം ഇന്നലെ പുറത്ത് പോയി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ ഒതുക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ വലിച്ച് വാരി വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. അങ്ങനെ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വേറെ വേറെ ആയി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ഒന്ന് കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, കാരണം ഇത്രത്തോളം പണി ലേറ്റായി എണീച്ചതും തന്നെയാണ് കാരണം. അപ്പോൾ അത് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ലേശം പാലൊക്കെ കൊടുത്ത് അച്ഛൻ്റെ അവിടെ ആക്കിയിട്ട് ഞാൻ പിന്നെയും പണി തുടങ്ങി. ഇന്ന് പച്ചക്കറി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഇന്ന് അമ്പലത്തിൽ പോകാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടുള്ള പച്ചക്കറിയൊക്കെ തട്ടിക്കൂട്ടി ഞാനിതാ വെജ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു, കാരണം തലേ ദിവസം ഞാനൊന്നും കഴുകിയിട്ടില്ല, ഒരു പണി എടുത്തിട്ടില്ല. നല്ല മടിയോടെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇരട്ടി പണി എനിക്കിന്ന് രാവിലെ ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് കരുതി ഞാനിത് ടപ്പേ എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അടുക്കളയത്തെ പണികളൊക്കെ തീർന്നു കേട്ടോ. ഇന്ന് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വെജ് ബിരിയാണി അല്ല. അപ്പോൾ അതുകൊണ്ട് കറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അച്ചാറുണ്ട്, പിന്നെ കഴിക്കാൻ നേരത്ത് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് സാധനങ്ങൾ ഞാൻ മേലെടുത്ത് വെച്ചതാട്ടോ. താഴെയാണ് എല്ലാ സാധനങ്ങളും വെച്ചത്. അത്യാവശ്യം എടുക്കാനുള്ള സാധനം മേലെ കയറ്റി വെച്ചതാണ്. പിന്നെ ഞാൻ അടിച്ചു വാരി റൂമൊക്കെ തുടച്ച് പിന്നെയാണ് കാപ്പി കുടിച്ചത് കേട്ടോ. ഇന്ന് റിസ്ക്കും ചായയാണ്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി. അങ്ങനെ അവളുടെ പൊട്ടുകുത്തലും നഖം വൃത്തിയാക്കലൊക്കെ ആയിരുന്നു പരിപാടി. ഇവള് ചില സമയത്ത് മാത്രം കുളിച്ച് കഴിഞ്ഞാൽ പൊട്ടുകുത്താൻ കാണിച്ച് തരുള്ളൂ, ചിലപ്പോൾ കാണിച്ചു തരില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇവൾ ഉറങ്ങുമ്പോൾ തന്നെ അവളെ വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉറക്കി കിടത്തിയത്. രാവിലത്തെ ഉറക്കം കുറച്ച് നേരേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവളെ കിടത്തിയിട്ട് ഞാൻ അലക്കാൻ പോയത്. അലക്കി പകുതി ആയപ്പോഴത്തേനും ആശാത്തി എണീച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അവൾക്കൊരു കിവി കട്ട് ചെയ്ത് കൊടുത്തു. അവൾ ആദ്യത്തെ റിയാക്ഷനാണ് കേട്ടോ, ആദ്യമായിട്ട് അവൾ കഴിക്കുന്നത്. പിന്നെ എൻ്റെ വാവ കണ്ണെഴുതിയിട്ട് എങ്ങനെയുണ്ട്, ഞാൻ എന്നും കണ്ണെഴുതി കൊടുക്കാറില്ല കേട്ടോ, ഇടയ്ക്ക് മാത്രം എഴുതി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഏട്ടൻ പറഞ്ഞായിരുന്നു കണ്ണെഴുതി കൊടുക്കണം, അതുകൊണ്ട് എഴുതി കൊടുത്ത്. ഭംഗിയുണ്ടോ കാണാൻ? പിന്നെ അവളെ ഏട്ടൻ കളിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഡ്രസ്സും കൂടെ കഴുകിയിടാൻ വേണ്ടിയിട്ട് പോയി. പിന്നെയും വന്ന് അവളെ കൂടെ കളിച്ചു കേട്ടോ കുറച്ച് നേരം. അങ്ങനെ കുറേ നേരം കളിച്ചു. അവളും പിന്നെ അച്ഛനും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡും കഴിച്ചു കേട്ടോ. അച്ഛന് പനിയാണ്, കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏട്ടൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട്. പിന്നെ അവളുമായിട്ട് കുറച്ച് നേരം കളിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ഉറങ്ങി കേട്ടോ. പിന്നെ അവരെ രണ്ടുപേരെയും ഉറക്കി കിടത്തിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്ത് പോയിരുന്നു. കുറച്ച് നേരം ലൈവ് ചെയ്തു. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് കേട്ടോ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് തയ്യാറാക്കിയ വെജ് ബിരിയാണി. എങ്ങനെയുണ്ട് കാണാൻ മാത്രമല്ല കേട്ടോ, ടേസ്റ്റും ഉണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യാൻ പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ ഞങ്ങളത് 3 അയൺ ചെയ്ത് വരുമ്പോഴത്തേനും ഒരുവിധം സമയമായി കേട്ടോ. പിന്നെ വിചാരിച്ചു ചായ ഇട്ട് വെക്കാമെന്ന്. അങ്ങനെ ചായ ഇട്ട് വെക്കാൻ പോയി. പാലൊന്നും മേടിച്ചില്ല. ഏട്ടൻ പനിയായി കിടന്നത് കൊണ്ട് ഇന്ന് പാലൊന്നും വാങ്ങാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിത് ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഒപ്പം കഴിക്കാൻ പഴംപൊരിയാണ് ഉണ്ടാക്കിയത്. 2 നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അത് വെച്ചുണ്ടാക്കി. ഇതിൽ മൈദയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മൈദ ആഡ് ചെയ്തിട്ടില്ല, കാരണം മോൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട്. അപ്പം മൈദയും നെയ്യും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മോൾക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. പിന്നെ ഇത് ഞാനും മോളും കുളിച്ച് വന്ന് റെഡി ആവാൻ പോകട്ടെ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മോള്? ഈ പട്ടുപാവാട ഈ തവണ ഓണത്തിന് എടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാമോ? അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇത് അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മലയാളികളാണ്. അങ്ങനെ അവിടെ തൊഴുതു, ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇപ്പുറത്ത് ശിവനും പാർവതിയുള്ള അമ്പലമാണ്, അവിടെയും തൊഴുതു.
പിന്നെ അതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ ഇത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് വശത്ത് കടലാണ് കേട്ടോ. പകൽ പോവുകയാണെങ്കിൽ നന്നായി കാണാമായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കോംപ്ലക്സിൽ പോയിട്ടുണ്ട്. കോംപ്ലക്സിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, ചിക്കനും വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അച്ഛനും മോളും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മടി പിടിച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റായിരിക്കുന്നുണ്ട്. ഇനി ഉറങ്ങണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ.